28ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സന്ദേശത്തിൻ്റെ കാതൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. പരിശുദ്ധി അമ്മ നൽകിയ സന്ദേശങ്ങളുടെ എല്ലാം കാതൽ എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇത് എവിടെ വെച്ചാണ് പരിശുദ്ധി അമ്മ പറഞ്ഞേക്കണേ? 2, ഇത് ആരോടാണ് പറഞ്ഞേക്കണേ? 3, ഏതു വർഷമാണ് ഇത് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയേക്കണേ? ഇന്നലെ നമ്മൾ കണ്ടു 1945 ആംസ്റ്റർഡാമിൽ പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയിട്ടുള്ള സന്ദേശം എന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, ഏകദേശം അതേ കാലയളവിൽ തന്നെ അല്ലെങ്കിൽ അതേ വർഷത്തിൽ തന്നെ പരിശുദ്ധി അമ്മ മറ്റൊരു ദേശത്ത് പ്രത്യക്ഷപ്പെടുകയും ചില സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അത് മറ്റൊരു സ്ഥലവുമല്ല, ഇറ്റലിയിലെ മോണ്ടിച്ചിയാരി എന്ന് പറയുന്ന സ്ഥലത്താണ് പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നൽകിയത് പുരോഹിതർ അല്ലെങ്കിൽ വൈദികരെ കുറിച്ചും സന്യസ്തരെ കുറിച്ചുമുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിശുദ്ധി അമ്മ അവിടെ പ്രതിപാദിച്ചേക്കണേ. പ്രിയപ്പെട്ടവരെ, അവിടെ അമ്മ വെളിപ്പെടുത്തിയ കാര്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് പോൾ 6 മാർപ്പാപ്പ ഒരു പ്രസ്താവന ഇറക്കിയുണ്ടായി. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞു വച്ചിരിക്കുക: സഭയുടെ എതിരാളികളായി പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ കൊടിയ ദുരന്തം അല്ലെങ്കിൽ ദ്രോഹം ചെയ്യുന്ന ശക്തികൾ സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. അവരിൽ തന്നെ വളരെയധികം പേരും പുരോഹിതന്മാരും സന്യസ്തരുമാണ്. യൂദാസിന്റെ ചുംബനം നൽകുന്ന പുരോഹിതന്മാരും സന്യസ്തരും ധാരാളമുണ്ട്. ദൈവത്തിന്റെ ആലയത്തിലേക്ക് സാത്താൻ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ 6 മാർപ്പാപ്പ നൽകിയിരിക്കുന്ന ഒരു പ്രസ്താവന ഇതാ. എന്താണ് പറയുന്നത്? 1, സഭയുടെ എതിരാളികളായി പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ കൊടിയ ദ്രോഹം ചെയ്യുന്ന ശക്തികൾ സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ നൽകിയ ഒരു ക്ലാസ്സിൽ ഇപ്രകാരം പറഞ്ഞു: ദൈവം ആദ്യം നൽകിയ ഒരു പ്രവചനം പൂർത്തിയാകാനായിട്ട് കിടപ്പുണ്ട് എന്ന്. എന്താണ് പ്രവചനം? സാത്താൻ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അച്ഛൻ ഒരു ദിവസം ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഏതാണ് യേശുവിന്റെ കുതികാൽ? അത് മറ്റൊന്നുമല്ല, സഭയാ. അതിനെ ആരാ പരിക്കേൽപ്പിക്കുന്നേ? സാത്താൻ പരിക്കേൽപ്പിക്കും. എങ്ങനെയാ പരിക്കേൽപ്പിക്കുന്നേ? 2 തരത്തിലാ. 1, അച്ഛൻ അന്ന് വെളിപ്പെടുത്തിയുണ്ടായി, പുറമേ നിന്ന് അനേകർ സഭയെ തകർക്കാനായിട്ട് നോക്കും. സഭയെക്കുറിച്ച് മോശമായിട്ടും പറഞ്ഞ്, ഇല്ലാ കഥകൾ പറഞ്ഞ്, സഭയെ ഏതൊക്കെ രീതിയിൽ മോശപ്പെടുത്താൻ പറ്റുമോ, നശിപ്പിക്കാൻ പറ്റുമോ, കൊള്ളില്ലാതാക്കാൻ പറ്റുമോ, അനേകരെ സഭയിൽ നിന്ന് അകറ്റാൻ പറ്റുമോ, അതിലൂടെ അങ്ങനെയുള്ള കാര്യം ചെയ്തുകൊണ്ട് അവൻ അപ്രകാരം ചെയ്യും. രണ്ടാമത് ചെയ്യുന്ന പരിക്കേൽപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് സഭയ്ക്കകത്തുള്ള ജീർണത മൂലം സഭ പരിക്കേൽപ്പിക്കപ്പെടും. ആ ജീർണത പലതരത്തിലുണ്ട്. സഭയിലെ പുരോഹിതരിലും സന്യസ്തരിലും ഉണ്ടാകുന്ന ചില തിന്മകളാകാം. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, വൈദികരിലും സമർപ്പിതരിലും അവരുടെ ഹൃദയം അന്ധമായി തീരുമ്പോൾ അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന പാപങ്ങൾ, ജീവിത രീതികൾ, ബുദ്ധിയിൽ അന്ധകാരം നിറയുമ്പോൾ അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന പാപങ്ങളും ജീവിത രീതികളും, മനസ്സ് സങ്കുചിതമായി തീരുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന പാപങ്ങളും ജീവിത രീതികളും, ഒപ്പം വിശ്വാസത്തിൽ അന്ധത വരുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന പാപങ്ങളും ജീവിത രീതികളും. പ്രിയപ്പെട്ടവരെ, ഇതാണ് സഭയ്ക്കകത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീർണത. അതുകൊണ്ടാണ് പറയുന്നത് സഭയ്ക്കകത്ത് സാത്താൻ പ്രവേശിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ജീർണത കടന്നു വരുമ്പോൾ എന്തുണ്ടാകുന്നു? സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ സഭയെ നശിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പോൾ 6 മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ടും പറയുന്നു, സഭയുടെ എതിരാളികളായി പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ കൊടിയ ദ്രോഹം ചെയ്യുന്ന ശക്തികൾ സഭയ്ക്കകത്ത് തന്നെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണണം മക്കളെ. അതുകൊണ്ടാണ് 1947 പരിശുദ്ധി അമ്മ മാതാവ് ഇറ്റലിയിലെ മോണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് പിയർനി ഗില്ലി എന്ന് പറയുന്ന ഒരു നേഴ്സിനാണ് പ്രത്യക്ഷപ്പെടുന്നത്.
1947 7 പ്രാവശ്യം ഈ മകൾക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകി. അതിനുശേഷം 1966 4 പ്രാവശ്യം പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് വീണ്ടും ഈ പെൺകുട്ടിക്ക് സന്ദേശം നൽകി. അതിൽ ആദ്യത്തെ സന്ദേശം 1947 മെയ് മാസം 13 അവിടെ ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് വെച്ചാൽ, അവൾ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രാർത്ഥിച്ച്, ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു വെള്ള വസ്ത്രം ധരിച്ച അമ്മ മാതാവ് കൈകൂപ്പി പിടിച്ച് വന്ന് നിൽക്കുക. അമ്മയുടെ മുഖത്തേക്ക് അവൾ നോക്കുമ്പോൾ കാണുന്നത് ഒത്തിരി ദുഃഖിതരായിട്ട് അമ്മ മാതാവ് നിൽക്കുക. അമ്മയുടെ കണ്ണ് നിറഞ്ഞു നിൽക്കുക. അമ്മ എന്തോ വലിയ വിഷമത്തിൽ നിൽക്കുക. അവൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അമ്മയുടെ ഹൃദയത്തിലേക്ക് 3 വാളുകൾ വന്ന് കുത്തിക്കയറി നിൽക്കുക. ആ ഒരു വേദന. അവൾ ചോദിച്ചു, അമ്മേ എന്താ ഈ വാള്? അമ്മ ഈ 3 വാളിനും അർത്ഥം പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ വാൾ അമ്മ പറയുന്നതാണ്, മൂല്യബോധമില്ലാത്ത ബലിയർപ്പണങ്ങളും വഴിപാട് പോലെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണവുമാണ് ഒന്നാമത്തെ വാൾ സൂചിപ്പിക്കുന്നത്. കേട്ടെ, മൂല്യബോധമില്ലാത്ത വിശുദ്ധ കുർബാന അർപ്പണം, വഴിപാട് പോലുള്ള വിശുദ്ധ കുർബാന സ്വീകരണം. ഇത് ഈ കാലഘട്ടം നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയ്ക്ക് മൂല്യം കൊടുക്കാത്ത അനേക ദൈവമക്കൾ, പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്ന മക്കൾ, അവഹേളിക്കുന്ന മക്കൾ, അതിനെ പുച്ഛിക്കുന്ന രീതിയിൽ പെരുമാറുന്ന മക്കൾ, തലേ ദിവസം രാത്രി 12 മണി വരെ ഇരുന്ന് മൊബൈലിൽ ആവശ്യമില്ലാത്ത, മോശപ്പെട്ട, കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിൽ പോയിട്ട് ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് അധരം നീട്ടുന്ന മക്കൾ, അത് മൂല്യം കാണുന്നില്ലാത്തവരാ, അവഹേളിക്കുക. ഏത് കൊള്ളില്ലാത്ത കാര്യങ്ങളും തലേ ദിവസം ചെയ്തു കൂട്ടിയിട്ട് പിറ്റേ ദിവസം പോയി ബലിയർപ്പിക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധ കുർബാനയുടെ മൂല്യത്തെ നമ്മൾ മോശമാക്കുക, അല്ലെങ്കിൽ കൊള്ളില്ലാതാക്കുക. എത്ര വലിയ ദ്രോഹങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ? നാളുകളും വർഷങ്ങളുമായിട്ട് മറ്റുള്ളവരോട് മിണ്ടാതിരുന്നിട്ട് രമ്യപ്പെടാൻ പോലും മനസ്സ് വെക്കാതെ രാവിലെ എഴുന്നേറ്റ് പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് അതരം നീട്ടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് ബലിയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ കാഴ്ചക്കാരായിട്ട് പോയി നിൽക്കുന്നുണ്ടെങ്കിൽ, വഴിപാട് പോലെ ഏതെങ്കിലും സമയത്ത് പോയി പങ്കുചേർന്നിട്ട് അതരം നീട്ടുന്നുണ്ടെങ്കിൽ, ഒരു യോഗ്യത പോലും ഇല്ലാതെ ഇപ്രകാരം ബലിയർപ്പിക്കുകയും ബലിയർപ്പണത്തിൽ സംബന്ധിക്കുകയും പ്രത്യേകിച്ച് ആ പരിശുദ്ധ കുർബാന യോഗ്യതയില്ലാതെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ അമ്മയുടെ ഹൃദയത്തിലെ ഒന്നാമത്തെ വാള്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം മക്കൾ, ഇത് അമ്മയുടെ വലിയൊരു വേദന. അത് അച്ഛൻ ചോദിച്ചേ, നമ്മൾ അമ്മയെ വേദനിപ്പിക്കുന്ന മക്കളാണോ? അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഈ കുന്തം കൊണ്ട് അല്ലെങ്കിൽ വാള് കൊണ്ട് കുത്തി പരിപ്പേൽക്കുന്ന വ്യക്തിയാണോ? മൂല്യബോധം, മൂല്യം കൊടുക്കാത്ത, വില കൊടുക്കാത്ത, വിലയില്ലാത്ത, വില കൊടുക്കാത്ത പണ്ടത്തെ മാതാപിതാക്കൾ നോക്കിക്കേ, വിലയുള്ള ബലിയർപ്പണം ഉണ്ടായിരുന്നു. വിലയുള്ള ബലിയർപ്പണം, വില കൊടുത്ത ബലിയർപ്പണം, മൂല്യം കൊടുത്ത ബലിയർപ്പണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ 7 മണിക്ക് പരിശുദ്ധ കുർബാന ദേവാലയത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ കാർന്നോമാര് പ്രിയപ്പെട്ടവരെ 6:40, 45 ദേവാലയത്തിൽ കാണും. അവർ പ്രാർത്ഥിക്കാൻ ഒരുങ്ങും അവിടെ. കാരണം അവർക്ക് അവരുടെ ഏറ്റവും വലിയ സങ്കേതം, ശക്തി കുർബാനയാ. എത്രയോ പവിത്രയോടെ അവർ അധരം നീട്ടുന്നേ, എത്ര ഭക്തിയോടെ അവർ ബലിയിൽ പങ്കുചേരുന്നേ. അന്ന് അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്തപ്പോഴും ആ പള്ളിയിൽ മണിയടിക്കുന്ന സമയത്ത് മുട്ടുമേൽ നീക്കിയും അല്ലാത്ത സമയത്ത് മുഴുവനും ജപമാല ചൊല്ലി അതിന്റെ ശക്തി മുഴുവനും കിട്ടാനായിട്ട് ആഗ്രഹിച്ച് വില കൊടുത്ത് മുഴുവൻ സമയം പ്രാർത്ഥിക്കുന്ന അനേകം മാതാപിതാക്കൾ ഇന്നുണ്ടോ മക്കളെ? നഷ്ടപ്പെട്ടേക്കുക, വില കുറച്ചേക്കുക. ഇതാണ് അമ്മയുടെ ഹൃദയത്തിന്റെ ഒരു വേദന, ഒരു മുറിവ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അവസാന കാലഘട്ടം വരുമ്പോൾ എന്നാണെന്നറിയാമോ മക്കളെ, ഇത് വർദ്ധിക്കും, ഇത് അനേകരിൽ വരും. രണ്ടാമത്തെ വാളിനെ കുറിച്ച് പറയുവാണ്, അവിശ്വസ്തരും ദൈവവിളി ഉപേക്ഷിച്ചു പോയവരുമായ പുരോഹിതരെയും സമർപ്പിതരെയുമാണ് രണ്ടാമത്തെ വാൾ സൂചിപ്പിക്കുന്നത്. അവിശ്വസ്തത എന്ന് വെച്ചാൽ വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെ ജീവിക്കുന്ന വ്യക്തികള്, സമർപ്പിതര്, പുരോഹിതര്. എപ്പോഴാ വിഭജിക്കപ്പെടുന്നത്? ദൈവത്തിന് മാത്രം സമർപ്പിക്കേണ്ട ഹൃദയം
പണത്തെ നോക്കി പണത്തിലേക്ക് ചേരുമ്പോൾ, സമ്പത്തിലേക്ക് ചേരുമ്പോൾ വിഭജിക്കപ്പെടുക. ചില വ്യക്തികൾക്ക് ജീവിതം നമ്മൾ കൊടുക്കുമ്പോൾ വിഭജിക്കപ്പെടുക. ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുക. ചില അധികാരങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുക. ചില ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി വിഭജിക്കപ്പെടുക. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ബലി അർപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് വിശ്വസ്തരായി ജീവിക്കുക, ആ സമർപ്പണം പൂർത്തിയാകുക. മാതാവിന്റെ വേദന അതാണ്. അതുപോലെ പോയവര്, വിളി ഉപേക്ഷിച്ചു പോയവര്, നമുക്കറിയണം മക്കളെ, സാത്താന്റെ ഏറ്റവും വലിയ കെണി എന്താ? ഒരു പുരോഹിതന്റെ വിളിയിൽ നിന്ന് അവനെ പുറത്താക്കുക. കാരണം അവൻ പുറത്തായ അനേകരുടെ വിശ്വാസം നഷ്ടപ്പെടും, സാത്താനെതിരുള്ള ശക്തി നിൽക്കും. കാരണം അവനെ എതിർക്കാനും അവനെ പയറ്റാനും അവനെ ആട്ടി ഓടിക്കാനും അധികാരവും ശക്തിയും പുരോഹിതർക്കാ. അതുകൊണ്ട് അവനെ വിളിയിൽ നിന്ന് പുറത്താക്കുക. 3 വ്രതമുള്ള മക്കളെ സംബന്ധിച്ച് ലോകത്തെ വിശുദ്ധീകരിക്കാൻ, സുവിശേഷം ജീവിക്കാൻ വിളി കെട്ടിയവരാ. അവരെ സംബന്ധിച്ച് അതിൽ നിന്ന് പുറത്താക്കുക. അപ്പോഴാണ് അവന്റെ രാജ്യം സ്ഥാപിക്കാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം? പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിഭജിക്കപ്പെടാൻ പാടില്ല, വിളി ഉപേക്ഷിച്ചു പോകാൻ പാടില്ല. അത് ചെയ്യുമ്പോൾ അമ്മയുടെ ഹൃദയം വേദനിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത് പറയുന്ന കാര്യം ഇതാണ്, വിശ്വാസത്യാഗമാണ് മൂന്നാമത്തെ വാള്. വിശ്വാസത്യാഗം. അത് നമ്മൾ ഈ കാലഘട്ടം നോക്കിയ മക്കളെ, എന്തോരം പേരുടെ വിശ്വാസം, ഞാനത് ഈ ദിവസങ്ങളെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, എന്തോരം പേരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത്. ഇത് കൂടും ഇനി. അതാണ് മാതാവിന്റെ 3 വാള് പറയുന്നത്. ഒന്ന് കേട്ടെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വാളാണ് മൂല്യബോധമില്ലാത്ത ബലിയർപ്പണവും ചടങ്ങ് പോലുള്ള പരിശുദ്ധ കുർബാന സ്വീകരണവും. രണ്ടാമത്തെ വാളാണ് അവിശ്വസ്തരും ഒപ്പം പൗരോഹിത്യവും സമർപ്പണം ചെയ്ത് ഉപേക്ഷിച്ചു പോയവര്. മൂന്നാമത്തെ ആണ് വിശ്വാസത്യാഗം. ഇതാണ് മാതാവിന്റെ ഹൃദയത്തിലെ 3 വാള്. ഇത് അവസാന കാലഘട്ടത്തിൽ വർദ്ധിക്കും. എന്താണ് ഇതിനൊരു മരുന്നെന്താ? പ്രിയപ്പെട്ടവരെ, അമ്മ വളരെ വ്യക്തമായിട്ടും വെളിപ്പെടുത്തിയാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ എല്ലാ സന്ദേശങ്ങളുടെയും കാതൽ കിടക്കുന്നത്. എന്താ ഇതിനുള്ള മരുന്നെന്താ? പരിശുദ്ധി അമ്മ 3 മരുന്ന് തരുന്നത്. 1 പ്രാർത്ഥന, 2 പരിഹാരം, 3 പ്രായശ്ചിത്തം. നിങ്ങൾ നോക്കിക്കോ മക്കളെ, പരിശുദ്ധി അമ്മയുടെ സന്ദേശം മുഴുവൻ എടുത്ത് പരിശോധിക്കുമ്പോൾ കാതൽ കിടക്കുന്ന ഇതാ. ഇത് വിട്ടിട്ട് അമ്മയ്ക്ക് മറ്റൊരു കാര്യം അമ്മ പറയുന്നില്ല. എന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ, ക്രിസ്ത്യാനി നീ എടുക്കേണ്ട ആത്മീയത പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം, ഈ അരൂപ്യ, ഈ ആത്മീയത എടുക്കണ്ടേ? പ്രിയപ്പെട്ടവർ, ഈ ഒരു സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് സീറോ മലബാർ സഭ കഴിഞ്ഞ വർഷവും ഈ വർഷവും അടുത്ത വർഷവും എന്ത് പ്രഖ്യാപിച്ചേക്കണേ? പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും പ്രാർത്ഥനയുടേതുമായിട്ടുള്ള നവീകരണ വർഷം പ്രഖ്യാപിക്കാൻ കാരണം. നിങ്ങൾ നോക്കിക്കേ പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ പരിശുദ്ധി അമ്മ ഇത്രയും 400 വർഷം കഴിഞ്ഞു ഇതുപോലെ അടുപ്പിച്ച് പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നത്. ഒരിടത്ത് പോലും മറ്റൊരാത്മീയത പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുന്നില്ല. പിന്നെ അവസാനം ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്, നിങ്ങൾ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. ബാക്കി എല്ലായിടത്തെയും സന്ദേശത്തിന്റെ സാരാംശം എന്ന് പറയുന്നത് പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. ഇന്ന് മനുഷ്യന് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്താ? ഈ 3 കാര്യമാണ്. കാരണം ഈ കാര്യം വന്നാൽ എന്തുണ്ടാകും? അമ്മയുടെ ഹൃദയത്തിന്റെ മുറിവുണങ്ങും. അമ്മയുടെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന നിന്ദ അപമാനങ്ങൾ മാറും. ലോകം വിശുദ്ധീകരിക്കപ്പെടും. ഇത് സാത്താൻ അറിയാവുന്നതുകൊണ്ട് ഇത് മക്കളെ പഠിപ്പിക്കില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എത്ര പേർക്ക് ഇതിനോടൊരു താല്പര്യമുണ്ട്? നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ കുരിശുകൾ മാറാനായിട്ട്, സഹനങ്ങൾ മാറാനായിട്ട്, ഈ പരിഹാരത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകൾ, ത്യാഗ പ്രവൃത്തി, ഇത് മാറിക്കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ എത്രയോ സ്ഥലങ്ങളിലാണ് മാറി പോകുന്നത്. എത്രയോ പ്രാർത്ഥനാ മെത്തേഡുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ മറ്റു പലതിനെയും ആശ്രയിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട്, അമ്മ ഇത്രയും വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റൊരു ആത്മീയതയെക്കുറിച്ച് അമ്മ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, സ്വർഗത്തിൽ പോയവർ മുഴുവനും ഈ ആത്മീയതയിലൂടെയാണ് സ്വർഗത്തിൽ പോയേക്കണമെങ്കിൽ എന്തേ മക്കളെ ഇത് സ്വീകരിക്കാൻ മടിക്കുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. കുരിശിലൂടെയാണ് രക്ഷ വന്നേക്കണമെങ്കിൽ കുരിശെടുക്കാൻ ക്രൈസ്തവൻ റെഡിയാകണം. ഇതാണ് ആത്മീയത. പരിഹാരം ചെയ്യുന്ന ഒരു ആത്മീയത, പ്രാർത്ഥനയുടെ ഒരു ആത്മീയത, പ്രായശ്ചിത്തത്തിന്റെ ഒരു ആത്മീയത. ഇത് സഭയിൽ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയാൽ
മാറ്റങ്ങൾ ഉണ്ടാവും മക്കൾ. ഇനിയുള്ള കാലത്ത് മാറ്റം വേണമെങ്കിൽ ഇതേ പറ്റൂ, ഇതേ വഴി. ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടെങ്കിൽ മക്കളെ, ഈ ആത്മീയത മറ്റൊന്ന് പ്രോസ്പെറിറ്റി നമുക്ക് നിർത്താന്നേ. അത്ഭുതങ്ങളിലേക്ക് ആളുകളെ വിളിച്ചു കൂട്ടുന്ന നമുക്ക് നിർത്താന്നേ. നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും ഇതിലേക്കൊന്ന് കൊടുത്തേ. ഈ ഒരു ആത്മീയത നീ വിളമ്പിക്കൊടുത്തേ. കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്ന മക്കളോട് പറയുക, നിങ്ങൾ ഈ കാണുന്ന പരിഹാരത്തിന്റെയും പ്രാശ്ചിത്തത്തിന്റെയും പ്രാർത്ഥനയുടെയും ആത്മീയത നിന്റെ അടുത്തു വരുന്ന മക്കളെ പഠിപ്പിക്കാതെ ബാക്കി എന്ത് പഠിപ്പിച്ചാലും ആ കാണുന്ന ആത്മാവ് ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ കുഞ്ഞെ നിനക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വളരെ സീരിയസ് ആയിട്ട് എടുത്തോണം മക്കളെ. ഇത് എല്ലാവരോടും ഞാനിത് എൻ്റെ ഒരു ചിന്തയല്ല പങ്കുവെക്കുന്നത്. നിങ്ങൾ പഠിച്ചു നോക്കാം. അമ്മയുടെ ആത്മീയത മുഴുവൻ, അമ്മ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സന്ദേശത്തിന്റെ സാരാംശം, കാതൽ, അത് ഈ പരിഹാരം, പ്രാശ്ചിത്തം, പ്രാർത്ഥനയാണ്. അപ്പൊ ഇത് അഭ്യസിച്ചാൽ എവിടെയാ സ്വർഗം? അപ്പൊ ഇത് മറന്നിട്ട് ഇത് ഉപേക്ഷിച്ച് മറ്റേത് ആത്മീയത പഠിപ്പിച്ചാലും മക്കളെ ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിലെത്തിയില്ലെങ്കിൽ കണക്ക് നമ്മൾ കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ 1947 ജൂലൈ മാസം 13 തീയതി വീണ്ടും പരിശുദ്ധി അമ്മ മാതാവ് ഈ മകൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ തലേ മാസം പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അവസ്ഥയല്ല കാണുന്നത്, മറിച്ച് അമ്മയെ നോക്കുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ 3 വാളിന് പകരം 3 റോസപ്പൂവാ. 1 ചുമപ്പ്, 2 മഞ്ഞ, 3 വെളുപ്പ്. വെള്ള എന്തിനാ സൂചിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. മഞ്ഞ പ്രാശ്ചിത്തത്തെ സൂചിപ്പിക്കുന്നു. ചുമപ്പ് പരിഹാരത്തെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം അമ്മ പറയുന്നുണ്ട്, ഞാൻ ഈശോയുടെയും നിങ്ങളുടെയും അമ്മയാ. എന്നിട്ട് അമ്മ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. എല്ലാ മാസവും 13 തീയതി എൻ്റെ ദിനമായിട്ട് ആചരിക്കണം. 2 ജൂലൈ മാസം 13 തീയതി എൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കണം. 3 1 തീയതി തൊട്ട് 12 തീയതി വരെ ഓരോ ദൈവമക്കളും ഇതിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ 3 കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയേ. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മക്കളെ. എല്ലാ മാസവും 13 തീയതി എൻ്റെ ദിനം, ജൂലൈ 13 എൻ്റെ തിരുനാൾ. 1 തീയതി തൊട്ട് 12 തീയതി വരെ എന്ത് ചെയ്തോണം? പ്രാർത്ഥിച്ചൊരുങ്ങണം. അപ്പൊ ഈ മകള് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്താൽ എന്താണ് ഉണ്ടാകുന്നത്? അമ്മ 3 വാഗ്ദാനങ്ങൾ തരിക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അമ്മ പറയുന്ന ഒന്നാമത്തെ കാര്യം, പുരോഹിതരിലും സമർപ്പിതരിലും സമഗ്രമായിട്ടുള്ള മാറ്റം സംഭവിക്കും. എന്ത് ചെയ്താലാ? 13 തീയതി മരിയൻ ദിനമായിട്ട് ആചരിക്കുമ്പോൾ, അന്ന് ചെയ്യുമ്പോൾ പുരോഹിതരിലും സമർപ്പിതരിലും സമഗ്രമായിട്ടുള്ള മാറ്റം. അനേകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ പഴയ വൈദികര നല്ലത്, ഇപ്പോഴുള്ള വൈദികർ അങ്ങനെയല്ല. വൈദികർക്ക് ഒരു കുറവ് പറയുക, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, മറ്റതാണ്, മറിച്ചതാണ്, അത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതല്ല, ഇങ്ങനെയല്ല വേണ്ടേ. 100 അഭിപ്രായങ്ങൾ പറയുന്ന ധാരാളം പേരുണ്ട്. എൻ്റെ മക്കളോട് ഞാൻ ചോദിച്ചോട്ടെ, ഈ പുരോഹിതരിലും സമർപ്പിതരിലും സംഗ്രഹമായിട്ടുള്ള മാറ്റം വരാനായിട്ട് എന്ത് പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന നല്ലൊരു ഉപാധിയുണ്ട്. എന്ത് ചെയ്താൽ മതി? എല്ലാ 13 തീയതി നീ അമ്മയ്ക്ക് അടിമ വെച്ച് ആ ദിവസം അമ്മയുടെ ദിനമായിട്ട് ആചരിച്ച് നീ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലിക്ക്, നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, നീ അന്ന് പരിശുദ്ധ ബലിയർപ്പിച്ച്, നീ അന്ന് ഈ മാതാവിനോട് ചേർത്ത് പിടിച്ച് പുരോഹിതർക്ക് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കാഴ്ചവെച്ച്. മക്കളെ, നമ്മൾ അറിയാതെ ജനം ഇത് ചെയ്യുമ്പോൾ സകല പുരോഹിതരിലും സകല മെത്രാന്മാരിലും സകല സമർപ്പിതരിലും സംഗ്രഹമായിട്ടുള്ള ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ടാമത് അമ്മ മാതാവ് പറയുന്ന കാര്യം ഇതാണ്, അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മീയതയിലേക്ക് അവരെ ഞാൻ തിരികെ പ്രവേശിപ്പിക്കും. എന്ന് വെച്ചാൽ വൈദികരിലോ സമർപ്പിതരിലോ ആത്മീയ മേഖലയിൽ എന്തെങ്കിലും ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കും. എപ്പോഴാ? ഈ ദൈവജനം 13 തീയതി മരിയൻ ദിനമായി ആചരിച്ച് പുരോഹിതരെ സമർപ്പിതരെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, ഈ സെക്കൻഡ് ചാനൽ നിങ്ങൾ നോക്കിയേ, എല്ലാ 13 തീയതി അന്ത്യകാല പ്രവാചക ഒരു ശുശ്രൂഷയുണ്ട്. മരിയൻ ദിനമായി ആചരിക്കുന്നതിന്റെ ഫലമാണ്. വീണ്ടും പറയുന്ന മാതാവ് പറയുന്ന വെളിപ്പെടുത്തുന്ന കാര്യമാണ്, സഭയിലെ പീഡനങ്ങൾ മുഴുവനും നാമാവിശേഷമാകും. എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന 13 തീയതി എൻ്റെ മക്കളെല്ലാം ഒന്ന് ദിനമായിട്ട് ആചരിച്ച് ചെയ്തേ. ഈ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത
പിന്നീട് പരിശുദ്ധി അമ്മ അടുത്ത പ്രാവശ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ പറയുന്ന കാര്യമുണ്ട്, ഞാൻ പുത്രന്റെയും മക്കളുടെയും ജനത്തിന്റെയും ഇടയിൽ മധ്യസ്ഥയായിട്ട് നിൽക്കുക. എന്നിട്ട് അമ്മ പറയുവാണ്, മനുഷ്യൻ തിന്മ ചെയ്യുന്നത് കൂടുതലാകുന്നത് കൊണ്ട് ആ കാണുന്ന തിന്മകൾ ആളിക്കത്തുന്നതിന്റെ ഫലമായിട്ട് ദൈവപിതാവിന്റെ കോപം ആളിക്കത്തുക. മനുഷ്യന്റെ പാപം ആളിക്കത്തുന്ന പോലെ തന്നെ ദൈവപിതാവിന്റെ കോപവും ആളിക്കത്തുവാന്ന്. എന്നിട്ട് അമ്മ അടുത്ത പ്രത്യക്ഷീകരണത്തിൽ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, തിന്മാനുദിനം ശക്തി പ്രാപിക്കുന്നതിനാൽ പിതാവായ ദൈവം ശിക്ഷയുടെ ഒരു പ്രളയം തന്നെ അയക്കും. അതുകൊണ്ട് പാപങ്ങൾക്കെതിരെ പരിഹാര പ്രവർത്തികൾ ചെയ്യുക. ആരെല്ലാം അതിന് തയ്യാറാകുന്നുവോ അവരെല്ലാം വലിയ കൃപകൾ സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടും. കേട്ടോ മക്കളെ, പരിശുദ്ധി അമ്മ അവിടെയും വെളിപ്പെടുത്തിയേക്കണം. നോക്കിയേ, മറ്റൊന്നുമല്ല, തിന്മ വർദ്ധിക്കുന്നു, കോപം, ദൈവകോപം കടന്നു വരുന്നു, അല്ലെങ്കിൽ ശിക്ഷ വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ പാപികൾക്കും വേണ്ടി മനുഷ്യൻ പരിഹാരം ചെയ്യണം. എത്ര പേരുണ്ടെന്നേ നമ്മുടെ കുടുംബത്തിലെ ജീവിത പങ്കാളിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി കാര്യം ചെയ്തു, പക്ഷെ പരിഹാരം ചെയ്തു തുടങ്ങി, പ്രായശ്ചിത്തം ചെയ്തു തുടങ്ങി, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മുടെ മക്കളെ രക്ഷിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ അനേകർ ഇതുപോലെ പാപം ചെയ്ത് കുന്നുകൂട്ടി ദൈവത്തിന്റെ കോപം നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മക്കളെ, ആ കുടുംബത്തിൽ ഒരാള് പരിഹാരം ചെയ്യാൻ, പ്രായശ്ചിത്തം ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ കാണുന്ന കോപത്തെ ശമിപ്പിക്കാൻ പറ്റും, ആ കാണുന്ന പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റും, ആ ആത്മാവിനെ വീണ്ടെടുക്കാൻ പറ്റും, ആ ആത്മാവിനെ സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത് പ്രത്യക്ഷപ്പെടുന്ന 1947 നവംബർ മാസം 22-ാം തീയതിയാ 5ാമത്തെ പ്രത്യക്ഷീകരണം നടക്കുന്നത്. ആ സമയത്ത് പരിശുദ്ധി അമ്മ ഈ മകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദേവാലയത്തിലായിരുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഈ മകളോട് പറയുന്നു, കുഞ്ഞെ, ദേവാലയത്തിന്റെ നടുവിൽ ചെന്ന് മുട്ടുകുത്തി നാവ് കൊണ്ട് 4 പ്രാവശ്യം കുരിശു വരയ്ക്ക്. അവിടെ ഞാൻ ഇറങ്ങി വരും. എന്നിട്ട് അമ്മ പറയുവാണ്, ഈ സ്ഥലത്ത് അനേകം മാനസാന്തരങ്ങൾ ഉണ്ടാകും. അതിനുശേഷം അമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്, പ്രാർത്ഥിക്കുക, സഹനങ്ങൾ സ്വീകരിക്കുക. ഇപ്പൊ അവള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മേ, ഞാൻ എന്താ ഇനി സഹനം സ്വീകരിക്കണ്ടേ? ഇപ്പൊ അമ്മ വെളിപ്പെടുത്തുന്ന കാര്യം ഇതാണ്, അനുദിന ജീവിതത്തിലെ പ്രതിസന്ധിയെ സന്തോഷത്തോടെ സ്വീകരിക്കുക, സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ച് കാഴ്ചവെക്കുക. ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഈ മാതാവ് എന്തിനാ നാവ് കൊണ്ട് അവിടെ 4 പ്രാവശ്യം കുരിശു വരയ്ക്കാൻ പറഞ്ഞേ? മക്കളെ, പരിഹാരത്തിന്റെ ഒരു തലമാ അത്, പരിഹാരത്തിന്റെ ഒരു തലമാ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നാവ് നമ്മളെ തന്നെ വിട്ടുകൊടുത്തിട്ട് ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ അമ്മ പറഞ്ഞ കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഞാൻ എന്നെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്ന എളിമപ്പെട്ട് ഞാൻ ഒരു പരിഹാരം ചെയ്യുക. ആ വിശുദ്ധ സ്ഥലത്ത് 4 പ്രാവശ്യം നാവ് കൊണ്ട് ചുംബിക്കുക അല്ലെങ്കിൽ വരയ്ക്കുക. ആ പരിഹാരം ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചേ? അവിടെയാണ് അമ്മ വരുന്നത് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എവിടെ പരിഹാര പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിക്കോ അവിടെ അമ്മ വരും. അത് മാത്രമല്ല, എവിടെ പരിഹാര പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിക്കോ ആ സ്ഥലം മാനസാന്തരം ഉളവാകുന്ന സ്ഥലമായി തീരും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുപോലെ അമ്മ പറയുവാണ്, അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികൾ, സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്യരുത്. മിറ്റിലെ മുട്ടുകുത്താനോ, അരയിൽ കയറ് ചുറ്റാനോ, മുള്ളരഞ്ഞാളം തറയ്ക്കാനോ, ചാട്ടവാറ് കൊണ്ട് അടിക്കാനോ ഇതൊന്നും ആരോട് അച്ഛൻ പറയുന്നില്ല. മറിച്ച് അനുദിന ജീവിതത്തിൽ കിട്ടുന്ന ഇഷ്ടം പോലെ സഹനമില്ലേ മക്കളെ? ഒത്തിരി വേദനകളില്ലേ മക്കളെ? ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പിറുപിറുപ്പ് കൂടാതെ, പഴി ചാരാതെ, വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ സമർപ്പിച്ച്, എന്തിനാ? പാപത്തിന് പരിഹാരമായി, ആത്മാക്കളുടെ രക്ഷയ്ക്കായി. ഇതാണ് കത്തോലിക്ക ആത്മീയത, ഇതാണ് വിശുദ്ധി ചെയ്തേക്കണേ, ഇതാണ് അമ്മ പഠിപ്പിച്ചേക്കണേ. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കണ്ടേ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതിനുശേഷം അമ്മ പറയുവാണ്, ഞാൻ 8-ാം തീയതി കുഞ്ഞെ നിങ്ങളെ ഡിസംബർ മാസം 8-ാം തീയതി നിങ്ങളെ ഞാൻ സന്ദർശിക്കും. എന്നിട്ട് ആ ദിവസത്തിനൊരു പ്രത്യേകത അമ്മ പറഞ്ഞു കൊടുക്കുക. 8-ാം തീയതി എൻ്റെ കരുണ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ദിവസമാ. കഠിന പാപികൾ, മാർബിള് പോലെ ഹൃദയം കഠിനമായിട്ടിരിക്കുന്ന വ്യക്തികൾ, അവരെ ഞാൻ സ്പർശിക്കുന്ന ദിവസവും അവർ വിശ്വസ്തരായി തീരുന്ന ദിവസവുമായിരിക്കും. എന്നിട്ട് പറയുവാണ്, എല്ലാ വർഷവും
ഡിസംബർ മാസം 8-ാം തീയതി എൻ്റെ കരുണയുടെ ദിനമായിട്ട് ആചരിക്കണം. എന്നിട്ട് ഇങ്ങനെയും കൂടെ ചേർത്ത് പറയുന്നത്, അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ 12 മുതൽ 1 മണി വരെ എൻ്റെ കരുണയെ ഒഴുകുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദേവാലയത്തിൽ പോയോ കുടുംബത്തിലിരുന്നോ പ്രാർത്ഥിക്കാം. മറ്റെല്ലാ പ്രവർത്തികളിൽ നിന്നും ആ സമയം നിങ്ങൾ അകന്ന് ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അമ്മ മാതാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ വിമല ഹൃദയം ഈ മക്കളെ കാണിക്കും. ഈ മകളെ കാണിച്ചിട്ട് പറയും, എൻ്റെ വിമല ഹൃദയം നീ കണ്ടേ, ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം കണ്ടേ, ഇതിലൂടെ ഈ സ്നേഹം എന്തുമാത്രം എൻ്റെ മക്കൾക്ക് കൊടുക്കണേന്ന് കണ്ടേ, പക്ഷെ എൻ്റെ മക്കൾ മുഴുവനും എന്നെ വേദനിപ്പിച്ച് എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയേക്കണ കണ്ടേ. അതിനുശേഷം അമ്മ പറയുവാണ്, ഇവിടെ എൻ്റെ വിമല ഹൃദയം റോസാ മിസ്റ്റിക്ക എന്ന പേരിൽ, എന്ന നാമത്തിൽ അറിയപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞു എന്താണ് എല്ലാ 13-ാം തീയതിയുടെ പ്രത്യേകത. ഇവിടെ മറിയം മറ്റൊരു ദിവസത്തിന്റെ പ്രത്യേകത പറയുവാണ്, എല്ലാ ഡിസംബർ 8-ാം തീയതിയുടെ പ്രത്യേകത. നമ്മുടെ സഹോദരങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് ചെയ്യേണ്ടത് മക്കൾ, ഈ മാതാവ് പറഞ്ഞ ദിവസങ്ങൾ അതിന് വില കൊടുത്തേ. നിങ്ങൾ ആ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ആ സമയം നിങ്ങൾ ശരിയാക്കിക്കേ. അനേക അത്ഭുതങ്ങൾ ലോകത്ത് നടക്കുന്ന മാതാവ് സ്വർഗത്തിന്റെ ആഹ്വാനമാണ് പറയുന്നതെങ്കിൽ അത് സംഭവിക്കും മക്കളെ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് 1947 പരിശുദ്ധി അമ്മ മാതാവ് നൽകിയത്. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ 19 വർഷം കഴിഞ്ഞ് 1966 പിന്നെ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്. അവിടെ 4 പ്രത്യക്ഷീകരണം നടക്കുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, ഒരു നീരുറവ പരിശുദ്ധി അമ്മ കാണിച്ചു കൊടുക്കും. അവിടെ അമ്മ നിൽക്കുക. അവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ മകളെ പരിശുദ്ധി അമ്മ വിളിക്കുക. അവളൊരു സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചവിട്ടിയപ്പോൾ മാതാവ് പറഞ്ഞു, കുഞ്ഞ് നീ അവിടെ ഒരു ചുംബനം കൊടുക്ക്. 2-3 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു, കുഞ്ഞെ നീ അവിടെ ഒരു ചുംബനം കൊടുത്തേ. അവസാനത്തെ സ്റ്റെപ്പിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇവിടെ ഒരു ചുംബനം കൊടുത്തേ. എന്നിട്ട് അമ്മ പറഞ്ഞു, ഇവിടെ ഒരു കുരിശ് സ്ഥാപിക്കണം. അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഈസ്റ്റർ കഴിഞ്ഞു വന്ന ഞായറാഴ്ച എന്ന് വെച്ചാൽ ദൈവകരുണയുടെ ദിവസമാണ്. അമ്മ പറയുവാണ്, കുറച്ച് ചെളിയെടുത്ത് ആ വെള്ളത്തിലിട്ട് കലക്കിക്കേ. അവൾ അപ്രകാരം ചെയ്തു. അപ്രകാരം ചെയ്തു കഴിഞ്ഞപ്പോൾ അമ്മ പറയുവാണ്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ പാപങ്ങൾ ഞാൻ ഇതുപോലെ കഴുകും. എന്തിനാ മാതാവ് ചുംബിക്കാൻ പറഞ്ഞേ? ഇതൊരു പരിഹാരത്തിന്റെ ആത്മീയത കാണിച്ചു കൊടുത്തതാ. 2, കരുണയുടെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ മാതാവ് പറയുവാണ്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ പാപങ്ങൾ ഞാൻ ഇതുപോലെ കഴുകും എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിന്റെ സന്നിധിയിൽ ആരൊക്കെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, ആ വ്യക്തിയുടെ പാപത്തിന്റെ കെട്ടഴിയും, ആ വ്യക്തിയുടെ പാപത്തിന്റെ ബന്ധനഴിയും, ആ വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പിന്നെ 2-ാമതായിട്ട് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്ന ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിവസം മെയ് 13-ാം തീയതിയാണ്. അന്ന് മാതാവ് പറയുന്ന കാര്യം ഇപ്രകാരമാണ്, മനുഷ്യൻ വളരെ വേഗം നാശത്തിലേക്ക് പാഞ്ഞടുക്കിയാണ്. പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. മാതാവ് ഇപ്രകാരമാണ് പറയുന്നത്, വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിൽ സ്നേഹവും സമാധാനവും പകർന്നു നൽകുവാൻ എൻ്റെ മകൻ എന്നെ അയച്ചിരിക്കുക. എന്നിട്ട് അമ്മ പറഞ്ഞു, എൻ്റെ ഈ പ്രതിമ ഉണ്ടാക്കണം, ഇവിടെ ഒരു ചാപ്പൽ ഉണ്ടാക്കണം, ഈ പ്രതിമ ഈ ചാപ്പലിൽ പ്രതിഷ്ഠിക്കണം. അതിനു മുമ്പ് ഈ ദേശം മുഴുവനും, ദേശത്തുള്ള മുഴുവനും മക്കൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കൊച്ചു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയൊരു വീട് പണിതാൽ കയറിക്കൂടുന്നതിന് മുമ്പ് മാതാവിന് പ്രതിഷ്ഠിച്ച് 33 ദിവസത്തെ പ്രതിഷ്ഠ നടത്തിക്കേ. നമ്മുടെ പള്ളിയിൽ ഒരു തിരുനാൾ നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ 33 ദിവസത്തെ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ട് ചെയ്യിപ്പിച്ചേ. നമ്മൾ ഏതൊരു വലിയ കാര്യം ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ ചെയ്യേണ്ടത് 33 ദിവസത്തെ പ്രതിഷ്ഠ നടത്തിയിട്ട്, വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ട് നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങിയാൽ അതിൽ ദൈവത്തിന്റെ കൃപ മാതാവിലൂടെ ധാരാളം ആ സ്ഥലത്ത് വരും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. അവസാനം പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്ന തിരുനാൾ ദിവസമാ. ഇന്ന് അമ്മ ഇത്രയും ഒരു സന്ദേശം നൽകുന്നേ. ഒക്ടോബർ 13-ാം തീയതി ലോകം മുഴുവനും അനുതാപത്തിന്റെ വിശുദ്ധ കുർബാന സ്വീകരണ ദിനമായിട്ട് ആചരിക്കണം. ഒക്ടോബർ 13-ാം തീയതി അനുതാപത്തിന്റെ വിശുദ്ധ കുർബാന സ്വീകരണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിർത്തുക. ഒറ്റ കാര്യം മനസ്സിലാക്കുക, എല്ലാ സന്ദേശത്തിൻ്റെയും കാതൽ വെളിപ്പെടുത്തിയത്
ശരിക്കും റോസാമിസ്റ്റിക്ക മാതാവ്. ഈ മാതാവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശത്തിന്റെ കാതിൽ ഇത് മാത്രമേ ഉള്ളൂ: പരിഹാരം, പ്രായശ്ചിത്തം, പ്രാർത്ഥന. ഈ ഒരു ആത്മീയത കെട്ടിപ്പിടുത്താൽ മാത്രമാണ് സ്വർഗം സ്വന്തമാക്കാൻ ഓരോ ക്രിസ്ത്യാനിക്കും പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ആത്മീയത നമുക്ക് അഭ്യസിക്കണം. ഇതിലൂടെയാണ് സഭ വിശുദ്ധീകരിക്കപ്പെടുന്നത്, പുരോഹിതർ വിശുദ്ധീകരിക്കപ്പെടുന്നത്, സഭാ നേതൃത്വം വിശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോഴാണ് മാനസാന്തരങ്ങൾ സംഭവിക്കുക, അപ്പോഴാണ് അനുതാപം കിട്ടുക, അപ്പോഴാണ് വിശുദ്ധീകരണം സംഭവിക്കുക, അപ്പോഴാണ് ഒരു ആത്മാവിന് രക്ഷ പ്രാപിക്കാൻ പറ്റുക. അതിന് പരിശുദ്ധി അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശിരസ്സ് നമിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കിക്കേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേകം, പരിശുദ്ധി അമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണം നാം എല്ലാവരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളുടെയും സഭയിലും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.